അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നത്, നമുക്കൊക്കെ അറിയാം, ഞങ്ങളുടെ നാടിൻ്റെ കാന്തപുരത്തിൻ്റെ അടുത്തുള്ള തലയാട് എന്ന സ്ഥലത്തുള്ള അനസ് എന്നൊരു മുത്തഅല്ലിം ഏകദേശം ഒരു 20 ദിവസത്തോളമായി മരണപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു തആല അവൻ്റെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ, ആമീൻ. എല്ലാവരോടും നല്ല അച്ചടക്കത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ ജീവിച്ചിരുന്ന, വളരെ സൗമ്യനായി ജീവിച്ചിരുന്ന ഒരു മുത്തഅല്ലിമായിരുന്നു അനസ്. എനിക്ക് അവനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. കാരണം 2016 നീലഗിരിയിൽ വെച്ച് നടന്ന സംസ്ഥാന സാഹിത്യോത്സവത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു അങ്ങോട്ട് യാത്ര ചെയ്തത്. കാരണം ഞങ്ങൾക്ക് അവിടെ മാലപ്പാട്ട്, ബുർദ, സിറ പാരായണം എന്ന മത്സരം അവിടെ മത്സരിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ആ ഒരു വർഷത്തെ കവാലിയിൽ കോഴിക്കോട് ജില്ലക്കായിരുന്നു ഒന്നാം സ്ഥാനം ലഭിച്ചത്. അന്ന് ആ ടീമിലുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു നമ്മുടെ അനസ്. അൽഹംദുലില്ലാഹ്, നല്ല രീതിയിൽ നമ്മുടെ ദീനിയായ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായ അനസ് കഴിഞ്ഞ ദിവസം നമ്മുടെ വിട പറഞ്ഞു. ഒരു 20ഓളം ദിവസം അബോധാവസ്ഥയിൽ ആശുപത്രിയിലൊക്കെ ആയിരുന്നു. ആ ആക്സിഡൻ്റായി മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ ഇവിടെ കാന്തപുരത്ത്, ഞാനും റബീഉമായി ഉസ്താദും കാന്തപുരത്ത് മാസാൻ ബുർദക്ക് പോകുന്ന സമയത്ത് പൂനൂരിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് ചിരിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞ ഒരു മോനായിരുന്നു. പക്ഷേ അല്ലാഹു തആലയുടെ വിധി വന്നു. പിറ്റേന്ന് രാവിലെ കേൾക്കുന്നത് അനസ് ആക്സിഡൻ്റായി സീരിയസ് ആയ അവസ്ഥയിലാണ് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ 10-20 ദിവസത്തോളം ആശുപത്രിയിൽ കിടന്നു. അവസാനം 20 ദിവസം മുമ്പ് മരണപ്പെട്ടു. ചെറുപ്രായത്തിൽ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിനോടും മദഹ് പാടുന്നവരോടൊക്കെ വലിയ ഇഷ്ടമുള്ള മോനായിരുന്നു അനസ്. ചെറുപ്പത്തിൽ തന്നെ അവന് ഉംറയൊക്കെ ചെയ്ത് വളരെ റാഹത്തായിട്ട് ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ വിധിപ്രകാരം ബൈക്ക് ആക്സിഡൻറ്റിൽ പെടുകയും ഇപ്പോൾ മരണപ്പെടുകയും ചെയ്തു. എന്തായാലും അല്ലാഹു തആല അവൻ്റെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. നിങ്ങളെല്ലാവരും അവന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ ഈ അടുത്ത് അവൻ്റെ 15 നടന്ന സമയത്ത് ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ അവിടെ അവൻ്റെ വീട്ടിൽ പോയി അല്പം മദ്ഹും ബാക്കി കാര്യങ്ങളൊക്കെ പാരായണം ചെയ്ത് ദുആ ചെയ്ത സമയത്ത് അവൻ്റെ പ്രായമായ ഉപ്പ ഞങ്ങളോട് വളരെ വിഷമത്തിൽ അവൻ്റെ കുറേ കാര്യങ്ങൾ പറയുന്നു. ഒരു ഭാവി വാഗ്ദാനമായിരുന്നു അവനെന്ന് ഉപ്പ ഇങ്ങനെ ഞങ്ങളോട് കൂടി പറഞ്ഞപ്പോൾ വളരെ വിഷമമായി. അപ്പം ഞാനീ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഒരുപാട് ഇത്തരത്തിലുള്ള ആക്സിഡൻറ്റുകൾ നമ്മുടെ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത് മദ്ഹ് പാടുന്ന ഷാക്കിർ ജോരി, അതുപോലെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു കാസർഗോഡുള്ള, നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ പേര് നൗഷാദ് മുസ്ലിയാർ. അദ്ദേഹം എനിക്ക് താജുശ്ശേരിയ, അല്ലാഹു തആല അവരുടെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ, അവരുടെ ഒരു നല്ലൊരു മദ്ഹ് എനിക്ക് വേണ്ടി എഴുതി എന്നെക്കൊണ്ട് പാടിപ്പിക്കുകയും ചെയ്ത യൂട്യൂബിലുണ്ട്. ഞാൻ വേണമെങ്കിൽ ആ ലിങ്ക് ഇതിൻ്റെ അടിയിൽ കൊടുക്കാം. നല്ല എഴുത്തുകാരനായിരുന്നു. അദ്ദേഹവും ഇത്തരത്തിലൊരു ആക്സിഡൻ്റായി ഒരു സാഹിത്യോത്സവത്തിലേക്ക് വരുന്ന സമയത്താണ് തോന്നുന്നു കാസർഗോഡ് ആക്സിഡൻ്റായി മരണപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് മരണങ്ങൾ നമുക്ക് ഈടായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും, ഞാനടക്കം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത്, റോട്ടിൽ ഇടപെടുന്ന സമയത്തൊക്കെ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് മാത്രം ഒരു ഉപദേശമെന്നാണ് എന്നോട് നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല അനസിൻ്റെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. അപ്പോൾ അനസിനെക്കുറിച്ച് അവരുടെ ഒരു അനസിനൊക്കെ ഈ രീതിയിൽ എത്തിക്കാൻ ഒരുപാട് കാരണക്കാരനായ യാസിർ, തലയാടുള്ള യാസിർ എന്ന ഞങ്ങൾക്ക് സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ദിവസവുമുള്ള വാട്സപ്പിൽ ഒരുപാട് സ്റ്റാറ്റസുകൾ കാണുമ്പോൾ വളരെ വിഷമമാകും. കാരണം അനസിൻ്റെ ജീവിതത്തിനെ കുറിച്ചും അനസ് ചെയ്തു വെച്ച കുറേ കാര്യങ്ങളും അവൻ്റെ കൂട്ടുകാർ അവനെക്കുറിച്ച് പറയുന്നതൊക്കെ അദ്ദേഹം സ്റ്റാറ്റസിൽ ഇങ്ങനെ ഇടുമ്പോൾ വളരെ വിഷമമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തകർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുതഅല്ലിമുകൾ, ഭാവി വാഗ്ദാനമായ മുതഅല്ലിമുകൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വലിയ വിഷമമാണ്. അല്ലാഹു തആല അത്തരത്തിലുള്ള ആപത്തുകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മയൊക്കെ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ കാക്കട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു മോനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോയിൽ അവന് വേണ്ടി ദുആക്ക് വേണ്ടിയിട്ട് പറയുന്നത്. നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാ ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ നിർത്തുന്നു. ഇത്തരത്തിലുള്ള മറ്റു വിഷയങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും വരും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, ആമീൻ.